ഹായ് ഓൾ, ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് ഒരു മീൻ മാങ്ങയൊക്കെ ഇട്ട് പറ്റിക്കുന്ന ഒരു റെസിപ്പിയാണ്. അതിനായിട്ട് ഒരു 2 പിടി തേങ്ങാപ്പീര നമുക്ക് ഒരു ചട്ടിയിലേക്ക് ഇട്ട് ബാക്കി അരിഞ്ഞു വെച്ചിരിക്കുന്ന എല്ലാം കൂടെ ചേർത്ത് കൊടുക്കാം. 5 പച്ചമുളക്, ഒരു 10-12 കൊച്ചുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 2-3 വെളുത്തുള്ളി അരിഞ്ഞത്, പിന്നെ കുടംപുളി എടുക്കുന്നു. ഇനി നമുക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന എല്ലാം ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. കുടംപുളി കുറച്ച് ചേർക്കുന്നുണ്ട്, കാരണം മാങ്ങയ്ക്ക് അല്പം പുളി കുറവാണ്. അത് കാരണം കുടംപുളിയോടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അല്പം കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കാം. ഈ 2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി. ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇതെല്ലാം ഇളക്കിയിട്ട് പിന്നെ ഇനി ആവശ്യമുണ്ടെങ്കിൽ ഉപ്പിട്ട് കൊടുക്കാം. ഇനി അല്പം വെളിച്ചെണ്ണ കൂടെ ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഈ എണ്ണയൊക്കെ ഒഴിച്ച് ഈ പച്ചമുളകും കൊച്ചുള്ളി ഇതെല്ലാം ഒന്ന് തേങ്ങ നല്ലപോലെ ഒന്ന് ഇളക്കി മാങ്ങ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കിളിമീൻ അല്ലെങ്കിൽ സിലോപ്പിയ. ആ മീൻ ചെറുതായിട്ട് മുറിച്ച് വെച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ നമ്മളിതെല്ലാം ഒന്ന് മിക്സാക്കി ഒന്ന് അടച്ചു വെച്ച് ഇതൊന്ന് പറ്റി വരണം. ഇനി ഒന്ന് അടച്ചു വെക്കാം. ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം. കുറച്ച് നേരമായി വെച്ചിട്ട്. തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് ഉപ്പുണ്ടോ നോക്കാം. രണ്ടുമൂന്ന് പുളി എടുത്ത് മാറ്റാം. പുളി ആവശ്യത്തിനായിട്ടുണ്ട്. അത് കാരണം 2 കഷ്ണം പുളി എടുത്തങ്ങ് മാറ്റാം. ഇല്ലെങ്കിൽ ഇത് വെള്ളത്തിൽ കിടന്ന് അത് വീണ്ടും ഒരുപാട് പുളിയാവും. ഒന്ന് മാറ്റാൻ വേണ്ടി തുറന്ന് വെച്ച് കുറച്ച് നേരം സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് പറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരല്പം പച്ച വെളിച്ചെണ്ണ ഇതിൻ്റെ അകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. സ്റ്റൗ ഓഫ് ചെയ്തിട്ടാണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത്. ശരി, അങ്ങനെ നമ്മുടെ മീൻ പറ്റിച്ചത് അല്ലെങ്കിൽ മീൻ പീര റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം.